എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ നോമ്പിന് 1-ാം നോമ്പ് മുതൽ 30-ാം നോമ്പ് വരെ ഞാൻ മർക്കസിൻ്റെ സ്ഥാപനങ്ങളായിരുന്നു സഞ്ചരിച്ചത്. അന്നാണ് മനസ്സിലായത് നമ്മളെ ഉസ്താദിൻ്റെ ചിരിക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതും. ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറം ആ സ്ഥലത്തെ മനുഷ്യന്മാർ കാണുന്നതാണ് ഏറ്റവും സന്തോഷം. മലയാളികളില്ലാതെ നാടില്ല എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഛത്തീസ്ഗഡ് അങ്ങനെ പോയിട്ട് നോമ്പിന് എല്ലായിടത്തും മലയാളികൾ വിളിച്ച് സൽക്കാരും പരിപാടിയും കാര്യങ്ങളും നമ്മൾ ടൗൺഷിപ്പിൽ ഇറങ്ങുമ്പോൾ അത്രത്തോളം മലയാളികൾ നമ്മൾ കോൺടാക്ട് ചെയ്ത്. എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ നോമ്പിന് 1-ാം നോമ്പ് മുതൽ 30-ാം നോമ്പ് വരെ ഞാൻ മർക്കസിൻ്റെ സ്ഥാപനങ്ങളായിരുന്നു സഞ്ചരിച്ചത്. അന്നാണ് മനസ്സിലായത് നമ്മളെ ഉസ്താദിൻ്റെ ചിരിക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതും. ഓൾ ഇന്ത്യയിൽ മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ 3-4 ദിവസം ഓരോ സ്ഥാപനങ്ങളിൽ നിന്നിട്ടുണ്ട്. അവർ ഗ്രാമങ്ങളിൽ പോയി അവരുടെ കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ട്, തണലേകിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. മരങ്ങളുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ ചുവട്ടിൽ അങ്ങനെയൊക്കെ ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ 2-2 മണിക്കൂറേ പഠിപ്പിക്കുള്ളൂ. കാരണം കുട്ടികൾക്ക് അത്ര സമയം അവർക്ക് നിൽക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. പല സമയങ്ങളിലും ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ കുട്ടികൾ വരുള്ളൂ. അപ്പോൾ നമ്മൾ തലേന്ന് പോയിട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് പറയും, ശനിയാഴ്ചയൊക്കെ നാളെ ഫുഡ് ഉണ്ടെന്ന് പറയും. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോവുക. അപ്പോൾ പിറ്റേ ദിവസം നല്ല ക്രൗഡേ കയറാം, ഫാമിലിയും കൂട്ടിയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റി. പിന്നെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ വെഹിക്കിൾ പാസ്സായിട്ടുള്ള ഉംലിംഗ്ലയിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി, മാരുതി ഹിമാലയം കയറി. ഇതൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. പക്ഷേ ഏറ്റവും സന്തോഷം ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി.